ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നൈക്കയിൽ ഹോട്ട് പിങ്ക് സെയിൽ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് സെയിൽ മേടിച്ചതല്ലേ, കുറച്ച് മുന്നേ സെയിലിൽ വരുന്നതിന് മുന്നേ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഞാൻ ഒരു കുട്ടി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടന്നാലോ? വീഡിയോയിൽ പട്ടിയോ പൂച്ചോ പക്ഷികൾ അകത്ത് എന്തെങ്കിലും സൗണ്ട് കേട്ടു നോക്കിയിരിക്കും, അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അൺബോക്സ് ചെയ്യാനുള്ള പെട്ടികൾ ഒക്കെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെറുതെ ഒന്ന് കുട്ടി കിട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാൽ പ്രൊഡക്റ്റ് വന്നിട്ട് ഡെർമാക്കോൻ്റെ 1% ഹൈലൂറോണിക് സൺസ്ക്രീൻ അക്കോജലാണ് കേട്ടോ. SPF 50 PA++++ ഉണ്ട്, 4+ ഉണ്ട് കേട്ടോ. 50 ഗ്രാമാണ് വരുന്നത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 49 പ്രൈസാണ് കേട്ടോ വരുന്നത്. പ്രൈസൊക്കെ ഞാനിവിടെ താഴെ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഇതാണ്. എന്ത് ഓക്കെ, അറ്റ് ലാസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ. കുഴപ്പമൊന്നുമില്ല, കണ്ടില്ലേ, അധികം ഓയിലൊന്നുമില്ല, നല്ല സൺസ്ക്രീനാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് 60 ml റേറ്റ് വന്നിട്ടുള്ളത് എത്രയായിരുന്നു? 421 ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. ഇത് നല്ലതാണ്. ഇതിൻ്റെ കുട്ടി ഞാൻ സ്മിട്ടനൊക്കെ മുന്നേ മേടിച്ചിട്ടുണ്ട്. അത് കാരണം എനിക്കങ്ങനെ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിപ്പോൾ ഒരു വലിയ ബോട്ടിൽ മേടിച്ചാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് പാക്കേജിങ് വന്നിട്ടുള്ളത്. നല്ല കുട്ടി, നല്ല ഭംഗിയുള്ള പാക്കേജിങ് ആണ്. എടുത്ത് കാണിച്ചു തരാം. ഇത് ഫോക്കസ് ആവുന്നില്ല, ഞാൻ പട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനേ. കണ്ട, ഇങ്ങനെ ഒരു സ്പാച്ചുല പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഷോ, ഇതാണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ മൊത്തം പട്ടി കുറയ്ക്കലായിരിക്കും ഗൈസ്, പക്ഷെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനേ. ഇത് നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കുട്ടി നല്ലതായിരുന്നു, അങ്ങനെ ഞാൻ വലുത് മേടിച്ചതാണ്. നല്ലതാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ബ്യൂട്ടി ഓഫ് ജേഴ്സിൻ്റെ ജിൻസൺ എസൻസ് വാട്ടറാണ് കേട്ടോ. ഇത് 150 ml ആണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 1200 ആണ് കേട്ടോ. ഇത് നല്ലതാണ്. ഇത് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇത് കാണിച്ചാൽ എങ്ങനെയാണ്. ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്. ഇതിനൊരു സീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോണി മോളിൻ്റെ ടോണറാണ് കേട്ടോ. അതിപ്പോൾ കഴിയാനായി, അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് മേടിച്ചതാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ പർച്ചേസ് ഇതാണ് കേട്ടോ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നൈക്കേൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ്. ഇത് ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മേടിക്കണോ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് മേടിച്ചാണ് കേട്ടോ. അതിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ബ്രൗൺ പിങ്ക് ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. കേട്ടോ, ഇങ്ങനെ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഒരു ബ്രൗൺ പിങ്ക് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡ്. ഇത് ക്രയോൺ കേട്ടോ. നമുക്കിങ്ങനെ ഷാർപ്പ് ചെയ്യാം. ഒരു ഷാർപ്പ്നറൊക്കെ ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. റേറ്റ് 519 ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇത് നല്ല ഷെയ്ഡാണ്, ഇങ്കിഷ് ബ്രൗൺ അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം ഒരു ഷാർപ്നർ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ട് പാക്കേജിങ് ആണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡസ്റ്റി റോസ് ആണ്. ഇത് 3.5 ഗ്രാമിന് റേറ്റ് വന്നിട്ടുള്ളത്. റേറ്റ് എന്തോ കുറവാണ്. റേറ്റ് വന്നിട്ട് 81 റുപ്പീസാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഡസ്റ്റി റോസ് ആണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനൊരു ഷെയ്ഡാണ് ഇത്. ഞാൻ ഇട്ട് നോക്കിയിരുന്നു കേട്ടോ മുന്നേ. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ചില ക്രീം ബ്ലഷൊക്കെ ഇടുന്ന സമയത്ത് ഒരു ഗ്ലോ ഉണ്ടാവില്ലേ, ഇത് ഗ്ലോ അല്ല, ഇത് കുറച്ച് മാറ്റ് ലുക്കാണ് വരുന്നത്. അത് കാരണം അങ്ങനെ ഭയങ്കര ഗ്ലോ ആയിട്ട് ഓയിലി ആയിട്ട് തോന്നാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ യൂസ് ചെയ്യാം. ഇത് ഈസിലി ബ്ലെൻഡ് ചെയ്യാനൊന്നും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് വീണ്ടും ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ മേടിച്ചതാണ് കേട്ടോ.
വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീനാണ്. ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ അക്വലോജിക്കും പിന്നെ ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടിട്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് 383 ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്, കണ്ടോ, ഒരു വെള്ളം പോലത്തെ. മറ്റേത് കുറച്ചും കൂടി ഒന്നൊരു അക്വലോജിക്കും ഡെർമക്ക് കുറച്ചും കൂടി ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. ഇത് നല്ലൊരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇന്നലൊക്കെ കാണിക്കാം ASMR വീഡിയോ. നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് റിവൈസ് സെറാണ് കേട്ടോ. ബ്യൂട്ടി ഓഫ് ചേസിൻ്റെ ജിൻസൺ പ്ലസ് നെയിൽ മ്യൂസിൻ്റെ സെറാണ്. ഇതിൻ്റെ പാക്കേജിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുകൊണ്ട് എങ്ങനെയാണ് ഇത് വരുന്നത്. മറ്റേ ടോണറിൻ്റെ അതേ സെയിം ഒരു കളറാണ് കേട്ടോ വരുന്നത്, ബ്രൗൺ കളറാണ്. ഇത് കണ്ട. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1120 ആണ് കേട്ടോ. എത്ര 30 ml 1120 ആണ്. അതെല്ലാം ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ റിവ്യൂ ഒരു ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അടുത്ത പർച്ചേസ് എന്ന് പറയുന്നത് എർത്ത് ഋതത്തിൻ്റെ ഒരു ക്ലെൻസിങ് ബാമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ക്ലെൻസിങ് ബാം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനതൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 319 ആണ് കേട്ടോ. ഇത് ഞാൻ മറ്റേ മിസല്ലർ വാട്ടറാണ് സാധാരണ മേക്കപ്പ് റിമൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യൽ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാം മേടിച്ച് നോക്കുന്നത്. ഇതിലെന്താ, ഇത് ഒലിവ് ഓയിൽ ആൻഡ് ഷിയ ബട്ടർ കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അധികം ഭയങ്കര കുത്തണ സ്മെല്ലൊന്നുമല്ല, നല്ല സ്മെൽ. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ് കേട്ടോ. ഇത് ഞാനിതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് ഞാനങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, ഞാനങ്ങനെ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതൊരു പമ്പ് പാക്കേജിങ് ആണ്. നമ്മളതിന് കയ്യിലിങ്ങനെ ആക്കുമ്പോൾ ഒരു ഗോൾഡൻ ടിൻറ്റ് വരും. ഇത് കുറേ കൂടുതലായി. ഇത് നമുക്ക് മേക്കപ്പിന് മുന്നേ യൂസ് ചെയ്യാം, പിന്നെ മേക്കപ്പ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്തു ഒരു ഗ്ലോ കണ്ടില്ലേ. ഇതിൻ്റെ ഷെയ്ഡ് 02 ഗോൾഡൻ ടിൻ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 322 ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് നല്ലതായിരുന്നു. ഞാൻ മുന്നേ ഒരു തവണ അവളങ്ങനെ മേടിച്ചപ്പോൾ അങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇനി നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ലിപ് ലൈനറാണ് കേട്ടോ. ഇത് മിസ് ക്ലെയറിൻ്റെ ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കോഫി ബ്രൗൺ ആണ്. ഇതിന് 55 റുപ്പീസാണ് കേട്ടോ. ഇത് നല്ലതാണ്. ഈ മിസ് ക്ലെയറിൻ്റെയും മാഴ്സിൻ്റെയും പിന്നെ ഇതാ അങ്ങനെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ലിപ് ലൈനേഴ്സ് ഉണ്ട്. പക്ഷെ അത് നല്ല അടിപൊളിയാണ്. കണ്ട, ഇതാണ് ഒരു ഷെയ്ഡ് വന്നിട്ട്. പക്ഷേ ഇത് സ്മഡ്ജാവും, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ലിപ് ലൈനറാണ്. ഷെയ്ഡ് വന്നിട്ട് കോഫി ബ്രൗൺ. ഇനി അടുത്തത്തെ പർച്ചേസ് വന്നിട്ടുള്ളത് ഒരു ഫേസ് വാഷാണ് കേട്ടോ. സെറ്റാഫിനിലെ ഒരു ക്ലെൻസറാണ് കേട്ടോ, ജെൻറ്റിൽ ക്ലെൻസറാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ പറ്റിയിട്ടുള്ള സെറ്റാഫിൽ നല്ല ഫേസ് വാഷാണ് കേട്ടോ. നല്ല നമ്മൾ അധികം ഇങ്ങനെ പതഞ്ഞ് മുഖം അങ്ങനെ പതപ്പിച്ച് മുഖം കഴുകാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെൻറ്റിൽ ക്ലെൻസറാണ്. 1 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നിട്ട് 1259 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇതിങ്ങനെ ഒരു വലിയ ബോട്ടിൽ മേടിച്ച് വെച്ചാൽ തന്നെ നമുക്ക് കുറേ കാലം ഇത് പോകും കേട്ടോ. ജസ്റ്റ് ഒരു 6-7 മന്ത്സ് എന്തായാലും മിനിമം പോകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം കാലം നിൽക്കും. ഞാൻ ഇതും യൂസ് ചെയ്യലുണ്ട്, ഇതിൻ്റെ ഒപ്പം വേറെയും ഫേസ് വാഷ് യൂസ് ചെയ്യലുണ്ട്. അങ്ങനെ രണ്ടും കൂടി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ യൂസ് ചെയ്യൽ. ഇത് അടിപൊളിയാണ്. ഇനി നെക്സ്റ്റത്തെ പർച്ചേസ് വന്നിട്ട് ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് ഇൻസൈറ്റ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രൗൺ ആണ്. ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു കാണുന്നുണ്ടോ ഇതങ്ങനെയാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത്. ഞാൻ അതിന് മുന്നേ വേറൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഞാൻ ഓവറായിട്ട് എപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്തിടലില്ല. ജസ്റ്റ് ഇങ്ങനെ ഗ്യാപ്പുള്ളിടത്ത് മാത്രമാണ് എപ്പോഴും ഫില്ല് ചെയ്തിട്ടുള്ളൂ.
ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഴുതുന്ന ഇഷ്ടമില്ല. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ലല്ലോ, 131 റുപ്പീസാണ്. ഇൻസൈറ്റ് നല്ല ബ്രാൻഡാണ് കേട്ടോ. അഫോർഡബിൾ ആണെങ്കിൽ കൂടി അത്യാവശ്യം നന്നായിട്ട് ഓരോ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാണ്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് മെബലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഷെയ്ഡ് വന്നിട്ട് ഗെറ്റ് അൺഡ്രസ്ഡ് എന്നാണ്. കണ്ടോ, ഒരു പിങ്കും ബ്രൗണൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ബെയർ സ്കിന്നിൽ ഇടുന്നേക്കാളും കുറച്ചും കൂടെ നല്ലത് മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം ഇടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തിടാവേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് അതായിരുന്നു കേട്ടോ. ഞാൻ ഇപ്രാവശ്യം മേക്കപ്പ് ഐറ്റംസ് അല്ല കുറേ മേടിച്ചിട്ടുള്ളത്, സ്കിൻ കെയർ ഐറ്റംസാണ് കുറേ മേടിച്ചിട്ടുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഓർഡിനറീൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് 30 ml ആണ്. ഇത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഹൈലറോണിക് ആസിഡും നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 30 ml 700 റുപ്പീസാണ് കേട്ടോ. ഇതൊരു ക്രീം കൺസിസ്റ്റൻസിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഹൈലറോണിക് ആസിഡ് ഉള്ള കാരണം എനിക്ക് ഹൈലറോണിക് ആസിഡ് ഉള്ള പ്രൊഡക്ട്സൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ലൊരു മണം. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ ഒരു ലിപ് ലൈനറാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ലോക്കിയാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതങ്ങനെ ഒരു മേലേക്ക് നിന്ന് തിരിക്കുന്ന ഒരു പാക്കേജിങ് ആണ് കേട്ടോ ഇതുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറച്ചും കൂടി ഒരു ഫെയർ സ്കിൻ ടോണിന് മാച്ച് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇടുമ്പോൾ ലിപ്പിലിടുമ്പോൾ ഇങ്ങനെ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഞാൻ കുറച്ചും കൂടി ഒരു ബ്രൗൺ പോലെയാണ് ഉദ്ദേശിച്ചത്. ഇത് കുറച്ചൊന്ന് വാഷ് ഔട്ട് ചെയ്യുന്ന പോലത്തെ ഷെയ്ഡാണ്. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിക്സിന് മെച്ചൊക്കെ ആയിട്ട് ചേരുമ്പോൾ രസമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചൊരു ഷെയ്ഡല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 72 റുപ്പീസാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫെയർ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന പോലത്തെ ഒരു ലിപ് ലൈനർ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മറ്റേ മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്കും മാസ്റ്റർ ലിപ്സ്റ്റിക്കും ഒക്കെ നല്ലതാണ്, അതേപോലെ ഒരു ഇതില്ല. പിന്നെ അത് പെട്ടെന്ന് ഒടിയൊക്കെ ചെയ്യും. കണ്ടോ, ഇത്ര തോന്നുന്നുണ്ട് കേട്ടോ പ്രൊഡക്റ്റ്. ഇങ്ങോട്ടപ്പോൾ കാണിക്കാം, ഇത്രയുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാക്കേജിങ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് മോനൊടിയും, പൊട്ടുത്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് ഇടുമ്പോൾ രസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇത് എംബ്രോലേസിൻ്റെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഡാർക്ക് സർക്കിളുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ഇത് കുറേ കുറഞ്ഞു ഇത് തേച്ചതിന് വെച്ചിട്ടോ. ഇത് നല്ലതാണ്. പിന്നെ അണ്ടർ ഐ ക്രീം മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ല, നമ്മൾ സ്ക്രീൻ ടൈമും ഉറക്കമൊക്കെ കറക്റ്റ് ആക്കണം. എന്നാലും ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഡാർക്ക് സർക്കിൾസൊക്കെ എനിക്കിപ്പോൾ പണ്ടത്തേനേക്കാളും അത്യാവശ്യം നല്ല കുറഞ്ഞിറക്കണം. പക്ഷേ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് കണ്ണിലാവേണ്ട നോക്കണം. ഇത് കണ്ണിലായി കഴിഞ്ഞാൽ കുറച്ച് എരിയുന്ന പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ കണ്ണ് നമ്മളിങ്ങനെ ഇത് ഇട്ടതിന് ശേഷം അറിയാണ്ട് ഇങ്ങനെ തിരുമ്മി കണ്ണിൻ്റെ ഉള്ളിൽ പോയാൽ ഇങ്ങനെ ചെറിയൊരു നീറ്റിൽ തോന്നുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട്, 2000 സംതിങ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. നോക്കട്ടെ, ഇത് റേറ്റ് വന്നിട്ട് 2066 ആണ് കേട്ടോ. പക്ഷേ ആ റേറ്റിനുള്ള പെർഫോമൻസ് ഉണ്ട് കേട്ടോ ഇതിന്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും മേടിക്കുന്നൊരു സാധനമാണ്. ഇത് ലാക്മേൻ്റെ 925 വരുന്ന കൺസീലറാണ് കേട്ടോ, റേഞ്ചിൽ വരുന്ന. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആൽമണ്ടാണ്. 3ാമത്തെ കൺസീലർ ആയിരിക്കും ഞാൻ മേടിക്കുന്നത്, ഈ സെയിം സാധനം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 249 ആണ് കേട്ടോ. ഇത് 45% ഓഫർ ഉണ്ടായിരുന്നു. ഇതും നല്ലതാണ്. ഇത് എനിക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വരുന്ന ഒരു കൺസീലറാണ് എൻ്റെ ഷെയ്ഡിന്. ഭയങ്കര കേക്കി ആയിട്ടൊന്നും അല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരും നമ്മുടെ സ്കിന്നിൽ. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാനൊന്നും ഇടാത്ത കാരണം ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്, വേറെ തുടങ്ങി. കണ്ടോ, നന്നായിട്ട് ബ്ലെൻഡായി വരുന്നുണ്ട്. ഞാൻ അധികം ഈ കൺസീലറിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ മാക്കിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്,
ഇത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഞാനങ്ങനെ ഫൗണ്ടേഷൻ ഒരുപാട് യൂസ് ചെയ്യുന്നതല്ലാത്തത് കാരണം കൺസീലർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അടുത്തത് വന്നിട്ട് ഡോക്ടർ ഷെത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് നല്ലതാണ്. ഇതിൻ്റെ അനിയത്തി യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. കണ്ടോ, ഇത് ചില മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഓയിൽനെസ് ഒക്കെ തോന്നില്ലേ, ഇതങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കര മാറ്റായിട്ടുള്ളൊരു മാറ്റ് ഫിനിഷ് തരും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 304 ആണ് കേട്ടോ. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് 50 ഗ്രാമിന് 304 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് വീണ്ടും ഒരു അണ്ടർ ഐ ക്രീം തന്നെയാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീൻ്റെ പോമഗ്രാനൈറ്റ് റെറ്റിനോൾ പ്ലസ് കഫീൻ ഐ ക്രീമാണ് കേട്ടോ. ഞാൻ എംബ്രോലേസിൻ്റെ കുറച്ച് റേറ്റ് ആയ കാരണം ഇനി കുറച്ച് അഫോർഡബിൾ നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. നല്ല പാക്കേജിങ് ആണ് കേട്ടോ. ഇതിനിങ്ങനൊരു മറ്റിങ്ങനൊരു സംഭവമുണ്ട് കണ്ട. കൊള്ളാം, നല്ല തണുപ്പുണ്ട്. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാവും. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിനൊരു നല്ലൊരു കൂളിംഗ് സെൻസേഷൻ ഉണ്ടാവും. കൊള്ളാട്ടെ, നല്ല അടിപൊളി പാക്കേജിങ് ആണ്. ഡോട്ട് എനിക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് കേട്ടോ. ഇതിൽ റെറ്റിനോളും ഉണ്ട്, കഫെയിനും അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എത്രയാണെന്നറിയോ? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 396 ആണ് കേട്ടോ. 20% ഓഫർ ഉണ്ടായിരുന്നു. അത്യാവശ്യം കാണാൻ നല്ല പാക്കേജിങ് ആണ് കേട്ടോ. നല്ല ക്യൂട്ട് പാക്കേജിങ് ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് അതായിരുന്നു. ഇത് 20 ml ആണ് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലർ പാലറ്റാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല കൺസീലറിനാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 207 ആണ്. ഇതിന് 10% എന്തോ ഓഫർ ഉണ്ടായിരുന്നു. നല്ല കൺസീലറാണ് കേട്ടോ. ഇതിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇതാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇത് നല്ലൊരു കൺസീലറാണ്. ഇത് നമുക്ക് മറ്റേ പിഗ്മെൻറ്റേഷനൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിട്ട് ഓറഞ്ച് കളർ നമ്മുടെ സ്പോട്ടും പിഗ്മെൻറ്റേഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് അതായിരുന്നു. ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് സിറോണ എന്നുള്ള ബ്രാൻഡിൻ്റെ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസറാണ്. ഇത് നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. മറ്റേത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സൈക്കിൾ കഴിയുന്ന സമയത്ത് നമ്മളിങ്ങനെ മറ്റേ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമല്ലോ, അങ്ങനെ ബോയിൽ ചെയ്തെടുക്കണം. അതിന് പകരം കുറച്ചും കൂടി നമുക്കൊന്ന് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. കണ്ട, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. ഇതിങ്ങനെ കപ്പ് ഇതിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടച്ചു വയ്ക്കും. സിറോണ എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് വേണമെച്ചാൽ ഒരു വീഡിയോ ഇട്ട് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ ഒപ്പം ഞാനൊരു കപ്പ് വാഷും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇവിടെ ഇല്ല, എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. നമ്മൾ ഈ സോപ്പ് വെച്ചിട്ടൊന്നും കപ്പ് വാഷ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടുള്ള വാഷിനെ നമ്മൾ യൂസ് ചെയ്യണം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2199 റുപ്പീസാണ് കേട്ടോ. ഇതെന്തായാലും നമുക്ക് ഉപയോഗമുള്ള സാധനമാണ്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഈ ബയോലേജിൻ്റെ ഒരു സെറാണ് കേട്ടോ. ഹെയർ സെറാണിത്. ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്ന മറ്റേ ലോറിയലിൻ്റെ സെറാണ്. അതും നല്ലതാണ് കേട്ടോ. ഇത് എനിക്കൊരു കുട്ടി ഫ്രീബി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു തവണ. അങ്ങനെ യൂസ് ചെയ്തിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനങ്ങനെ വലിയൊരു ബോട്ടിൽ മേടിച്ചതാണ്. 100 ml 315 റുപ്പീസാണ്. ഇത് അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത് എനിക്കിഷ്ടമായത് ലോറിയലിനെയാണ്. എന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഈ 3% നയാസിനമൈഡ് ഫോമിങ് ഡെയിലി ഫേസ് വാഷാണ് കേട്ടോ. ഇത് ആക്നെ മാർക്സ് ഒക്കെ ഉള്ളത് കാരണം അങ്ങനെ മേടിച്ചതാണ്. ഇതിങ്ങനെ ഫോമിങ് ഫേസ് വാഷാണ് കേട്ടോ. അങ്ങനെ പമ്പിങ് പാക്കേജിങ് ആണുള്ളത്. ഇത് നിയാസിനമൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ആക്നെ മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 311 ആണ് കേട്ടോ. 311 ആണ്. 100 ml 311 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് വരുന്നിട്ടുള്ളത് ഞാൻ കുറച്ചധികം സെറങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സെറങ്ങളൊക്കെ കഴിഞ്ഞ കാരണം ഞാൻ കുറച്ചധികം സെറങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഞാൻ 2 കോജിക് ആസിഡ് സെറം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോജിക് ആസിഡ് നല്ലതാണ്, നമ്മുടെ ഫേസിൻ്റെ പിഗ്മെൻറ്റേഷനും ടാനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. റേറ്റ് വന്നിട്ട് 449 ആണ് കേട്ടോ, ഒന്നിന് 449 ആണ്. പക്ഷെ ഇതിൻ്റെ പാക്കേജിങ് മാറിയിട്ടില്ലേ, പണ്ട് കുറച്ചും കൂടി ഇങ്ങനെ തടിച്ച പാക്കേജിങ് ആയിരുന്നു. ഇനി അടുത്തത് വരുന്നിട്ടുള്ളത് നിയാസിനാമൈഡിൻ്റെ തന്നെ ഒരു ഫേസറാണ് കേട്ടോ. ഇത് 10% നിയാസിനാമൈഡ് ഫേസറാണ്. റേറ്റ് വന്നിട്ട് 539 റുപ്പീസാണ്. 30 ml 539 റുപ്പീസാണ് കേട്ടോ. പിമ്പിൾ വന്ന് പോയിട്ടുള്ള മാർക്സൊക്കെ കുറയ്ക്കും, പിന്നെ പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഡെർമാക്കോൻ്റെ HBHBയിലാണ് കേട്ടോ. ഇത് 15% ആണ്. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇത് നമ്മൾ വീക്ക്ലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 449 റുപ്പീസാണ് കേട്ടോ. ഇത് നമ്മൾ ഫിസിക്കൽ സ്ക്രബൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് ഭയങ്കര ഹാർഷാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനത്തെ കെമിക്കൽ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് മുഖത്ത് ഫുൾ സ്പ്രെഡ് ചെയ്യുക. എത്ര 15 മിനിറ്റ്സ് ആണോ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളത് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ വേറെ ആക്റ്റീവ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ആക്റ്റീവ്സ് ആയിട്ടുള്ള ഒരു ക്രീമോ സെറം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്, മാൻഡലിക് ആസിഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്. ഇത് അടിപൊളിയാണ്. ഇതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ നിന്ന് എവിടെയോ വെച്ച് മിസ്സായി. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒന്നുകൂടി മേടിച്ചതാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബ്ലഡ് കളറാണ് കേട്ടോ. ഇതിന് വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പക്ഷേ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തത് കാരണം എനിക്ക് കുഴപ്പമില്ല. ഇത് ചിലവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഡ്രൈയിങ് ആക്കും സ്കിന്നൊക്കെ. ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത് ഇത് ഞാൻ നൈക്ക സെയിലിൽ മാത്രമായിട്ട് മേടിച്ചല്ല കേട്ടോ. സെയിൽ നടക്കുന്നതിന് മുന്നേ കുറച്ച് അങ്ങനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണമാണ് ഇത്ര തോനെ പ്രൊഡക്ട്സ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ